പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഈ ഞായറാഴ്ച നടക്കാൻ പോകുന്ന WWE 2024 ആദ്യ പ്രീമിയം ലൈവ് ഇവൻ്റായ റോയൽ റംബിൾ 2024 മാച്ച് കാർഡ് പ്രൊഡിക്ഷനാണ്. കൂടാതെ ഈ ഒരു റോയൽ റംബിൾ മത്സരങ്ങളിൽ ആരൊക്കെ റിട്ടേൺ ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു 10 സൂപ്പർ സ്റ്റാർസിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതും ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻ്റ് ലൈവ് കാണാൻ നിങ്ങൾ ഞായറാഴ്ച രാവിലെ 6:30 മുതൽ സോണി ചാനലുകൾ വഴി ടിവിയിലും ജിയോ TV എന്ന ആപ്ലിക്കേഷനിലൂടെ സോണി ചാനലുകൾ വഴി തന്നെ മൊബൈലിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ 4 മത്സരങ്ങളാണ് ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടുള്ളത്. ഒരു മത്സരം കൂടി ആഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ മത്സരം ഏതാണുള്ളത് ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത് വരെ അറിയാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു വീഡിയോ ഞാൻ തയ്യാറാക്കുന്നത് റോ എപ്പിസോഡിന് മുൻപാണ്. അപ്പോൾ നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ്. നിലവിലെ US ചാമ്പ്യനായ ലോഗൻ പോൾ നമ്പർ 1 കണ്ടൻഡർ ടൂർണമെൻറ്റ് വിജയിച്ചു വരുന്ന കെവിൻ ഓവൻസിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. ലോഗൻ പോളിനെ സംബന്ധിച്ച് നിസാരമായിട്ടുള്ള ഒരു ഒപ്പോണൻ്റ് അല്ല. കെവിൻ ഓവൻസ് ശക്തനായിട്ടുള്ള ഒരു ഒപ്പോണൻ്റാണ്. കെവിൻ ഓവൻസ് ഇതിനു മുൻപ് റസൽമേനിയ മെയിൻ ഇവൻറ്റ് ചെയ്തിട്ടുണ്ട്. മുൻപ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻ ആയിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേയധികം അച്ചീവ്മെൻറ്റുകളുള്ള താരത്തെ ലോഗൻ പോൾ പരാജയപ്പെടുത്താൻ സാധ്യത കൂടുതൽ എന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. കാരണം റസൽമേനിയ വരെ ലോഗൻ പോളിനെ US ചാമ്പ്യനാക്കി കൊണ്ടുപോകാനാണ് നിലവിൽ ക്രിയേറ്റീവ് ടീം അവരുടേതായ സ്റ്റോറി ലൈൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ലോഗൻ പോൾ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും കാണാൻ സാധിക്കുക. നിങ്ങളുടെ പ്രഡിക്ഷൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ മത്സരം വുമൻസ് റോയൽ റംബിൾ മത്സരമാണ്. 4 റെസ്ലേഴ്സിൻ്റെ ഒരു ഔദ്യോഗിക ലിസ്റ്റാണ് ഈ ഒരു വുമൻസ് റോയൽ റംബിളിൽ പങ്കെടുക്കുന്നവരുടെ ഒരു ലിസ്റ്റ് എന്നോണം WWE ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ നയ ജാക്സ്, ബെക്കി ലഞ്ച്, ബെയ്ലി, ബിയാങ്ക ബെലേർ തുടങ്ങിയവരുടെ പേരൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുകൂടാതെ മറ്റ് വുമൺ റെസ്ലേഴ്സും അവരുടെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള റോയൽ റംബിളിൽ തങ്ങൾ വിജയിക്കും എന്നൊക്കെ പറയുന്നിട്ടുള്ള അവരുടെ ഒരു അഭിപ്രായങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ആ ഒരു ലിസ്റ്റിൽ നമുക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു 4 റെസ്ലേഴ്സിൽ വിജയിക്കാൻ സാധ്യത ഉള്ളവരുടെ ഒരു പേരാണ് ഞാൻ പങ്കുവെക്കുന്നത്. അല്ലെങ്കിൽ റോയൽ റംബിളിൽ നിലവിൽ വിജയിക്കാൻ സാധ്യതയുള്ള ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന 2 റെസ്ലേഴ്സിൻ്റെ പേരാണ് ഞാൻ പങ്കുവെക്കുന്നത്. അതിൽ ഒന്ന് റോ ബ്രാൻഡിൽ നിന്നുള്ള ബെക്കി ലഞ്ചാണ്. രണ്ടാമത്തേത് സ്മാക്ഡൗണിൽ നിന്നുള്ള ബെയ്ലിയാണ്. ഈ 2 റെസ്ലേഴ്സിൽ ആർക്കാണ് വിജയ സാധ്യത കൂടുതൽ എന്ന് ചോദിക്കുമ്പോൾ ബെയ്ലിയുടെ പേരാണ് ഞാൻ പറയുന്നത്. ബെയ്ലി ഇതുവരെ റോയൽ റംബിൾ മത്സരത്തിൽ വിജയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഫസ്റ്റ് ടൈം എവർ വിന്നറിനെയായിരിക്കും നമുക്ക് ഈ പ്രാവശ്യം ലഭിക്കുക. ബെക്കി ലഞ്ച് വിജയിച്ചാൽ ബെക്കി ലഞ്ചിൻ്റെ കരിയറിലെ 2ാമത്തെ വിജയം ആയിരിക്കും. എന്തായാലും ബെക്കി ലഞ്ചിന് ഒരു വിജയ സാധ്യത കുറവ് ബെയ്ലിയെ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ എൻ്റെ ഒരു പ്രഡിക്ഷൻ ബെയ്ലി ഈ ഒരു വുമൻസ് റോയൽ റംബിൾ മത്സരം വിജയിക്കുമെന്നാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു സംശയം ഉണ്ടായിരിക്കും, വുമൻസ് റോയൽ റംബിളിൽ സർപ്രൈസ് എൻട്രികൾ ഒന്നും ഇല്ലേ എന്നുള്ളത്. ആ ഒരു ലിസ്റ്റ് ഞാൻ വീഡിയോയുടെ അവസാനം പങ്കുവെക്കാം. 3ാമത്തെ മത്സരം നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE യൂണിവേഴ്സൽ ചാമ്പ്യനായ റോമൻ റീൻസിൻ്റെ ഫേറ്റൽ ഫോർവേ ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. റോമൻ റീൻസ്, റാൻഡി ഓർട്ടൻ, LA നൈറ്റ്, AJ സ്റ്റൈൽസ് തുടങ്ങിയവരാണ് ഈ ഒരു ഫേറ്റൽ ഫോർവേ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫേറ്റൽ ഫോർവേ മത്സരത്തിൽ വിജയ സാധ്യത ആർക്കാണ് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഒരു പ്രഡിക്ഷനും വിജയിക്കാൻ പോകുന്നതും റോമൻ റീൻസിൻ്റെ പേര് തന്നെയാണ്. അതായത് റോമൻ റീൻസ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നത് തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. റോമൻ റീൻസിനെ സഹായിക്കാൻ വേണ്ടി ബ്ലഡ് ലൈൻ ഗ്രൂപ്പിലെ താരങ്ങളുടെ ഒരു ഇൻ്റർഫിയറൻസ് നമുക്ക് മത്സരത്തിൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ റോമൻ റീൻസ് LA നൈറ്റിനെയോ AJ സ്റ്റൈൽസിനെയോ പിൻഫോളിലൂടെയോ സബ്മിഷനിലൂടെയോ പരാജയപ്പെടുത്തിക്കൊണ്ടാകും ഈ ഒരു ഫേറ്റൽ ഫോർവേയിൽ വിജയിക്കാൻ പോകുന്നത്. റാൻഡി ഓർട്ടനെ പിൻഫോളിലൂടെയോ സബ്മിഷനിലൂടെയോ പരാജയപ്പെടുത്തുന്ന രീതിയിൽ ക്രിയേറ്റീവ് ടീം കാണിക്കില്ല. കാരണം റോമൻ റീൻസ് വേഴ്സസ് റാൻഡി ഓർട്ടൻ തമ്മിലുള്ള അവരുടെ സിംഗിൾസ് മത്സരത്തിൻ്റെ സ്റ്റോറി ലൈൻ അവർക്ക് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു പ്ലാനും ഉണ്ട്. അപ്പോൾ ഈ ഒരു മത്സരത്തെ സംബന്ധിച്ചുള്ള എൻ്റെ ഒരു പ്രഡിക്ഷൻ റോമൻ റീൻസിൻ്റെ കൂടെയാണ്. നിങ്ങളുടെ പ്രഡിക്ഷൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. നമ്മുടെ ലിസ്റ്റിലെ ഏറ്റവും അവസാനത്തെ മത്സരം മെൻസ് റോയൽ റംബിൾ മത്സരമാണ്. മെൻസ് റോയൽ റംബിളിലേക്ക് ഇപ്പോൾ തന്നെ ഒട്ടനവധി ടോപ്പ് റെസ്ലേഴ്സ് അവരുടെ എൻട്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ നിലവിലെ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായ ഗുന്തർ, CM പങ്ക്, കോഡി റോഡ്സ്, ഡ്രൂ മാക്കൻഡയർ തുടങ്ങിയ സൂപ്പർ താരങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും റോ ബ്രാൻഡിൽ നിന്നുള്ള ഒരു റെസ്ലറിനെയായിരിക്കും ഈ ഒരു വർഷത്തിൽ നമുക്ക് ഒരു വിജയിയായി കാണാൻ സാധിക്കുക. എൻ്റെ ഒരു പ്രൊഡിക്ഷനും നിങ്ങളുടെ മനസ്സിലുള്ള ഒരു പേരും CM പങ്കിൻ്റെ തന്നെയാണ്. CM പങ്ക് തന്നെയാണ് നിലവിൽ ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പേരെന്ന് പറയുന്നത്. എല്ലാ വെബ്സൈറ്റുകളും അതുപോലെ തന്നെ ബെറ്റിംഗ് സൈറ്റുകളും CM പങ്കിന് തന്നെയാണ് ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഘടകം കൊടുക്കുന്നത്. അപ്പോൾ ദി റോക്ക് വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. ട്രൈബൽ ചീഫായ റോമൻ റീൻസിനെ ഇൻഡയറക്റ്റായി മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു ചലഞ്ച് പ്രഖ്യാപിച്ച റോക്കിൻ്റെ ഒരു എൻട്രി റോയൽ റംബിളിൽ നടന്നാൽ
റോക്ക് വിജയിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതും ഞാൻ ഇതിൻ്റെ ഒപ്പം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതായത് റോക്ക് വന്നില്ലെങ്കിൽ CM Punk ആയിരിക്കും വിജയിക്കുക. റോക്ക് വന്നാൽ റോക്കിൻ്റെ ഒരു റിട്ടേൺ നമുക്ക് റോയൽ റംബിളിൽ കാണാൻ സാധിച്ചാൽ റോക്ക് വിജയിക്കുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെ ഒരു പ്രഡിക്ഷനാണ് ഞാൻ പങ്കുവെക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. CM Punk വിജയിച്ചാൽ റോമൻ റീൻസിനെ ചലഞ്ച് ചെയ്യാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് പലർക്കും സംശയമുണ്ട്. CM Punk വിജയിച്ചാൽ റോമൻ റീൻസിനെ ഒരിക്കലും ചലഞ്ച് ചെയ്യില്ല. CM Punk സെത്ത് റോളിൻസ് എന്ന വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനെ ആയിരിക്കും ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. CM Punk വേഴ്സസ് റോമൻ റീൻസ് തമ്മിലുള്ള ആ ഒരു മാച്ചിൻ്റെ ഒരു പ്ലാൻ നിലവിൽ ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. റോയൽ റംബിൾ മത്സരങ്ങളിൽ തിരികെ വരാൻ സാധ്യതയുള്ള 10 സൂപ്പർ സ്റ്റാർസിൻ്റെ ഒരു ലിസ്റ്റാണ് ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ബ്രോക്ക് ലെസ്നറാണ്, 2 ദി റോക്ക്, 3 ബിഗി, 4 ബ്രോൺ സ്ട്രോമൻ, 5 ഷെയ്മസ്, 6 റെയ് മിസ്റ്റീരിയോ, 7ാമത്തേത് നയോമി, 8ാമത്തേത് ലിവ് മോർഗൻ, 9ാമത്തേത് ഒമാസ് എന്ന മോൺസ്റ്റർ റെസ്ലർ, 10ാമത്തേത് വളരെ സർപ്രൈസ് ആയിട്ടുള്ള സാഷ ബാങ്ക്സിൻ്റെ തിരിച്ചുവരവായിരിക്കും. ഇനി 11ാമത്തെ ഒരു സാധ്യത അതൊരു ഡെബ്യൂ ആണ്. ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗുമായിട്ടുള്ള നിലവിലെ കോൺട്രാക്റ്റ് അവസാനിപ്പിച്ച ബുള്ളറ്റ് ക്ലബിലെ ഒറിജിനൽ മെമ്പർമാരിൽ ഒരാളായ ടാമ ടോങ്ക എന്ന റെസ്ലറുടെ ഒരു ഡെബ്യൂ ചിലപ്പോൾ റോയൽ റംബിളിൽ നടന്നേക്കാം എന്നുള്ള ഒരു റൂമറും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു 10 റെസ്ലേഴ്സിൻ്റെ ഒരു റിട്ടേൺ ആണ് ഞാൻ റോയൽ റംബിളിൽ പ്രതീക്ഷിക്കുന്നത്. ഇതുകൂടാതെ ലെജൻഡ്, ഹോൾ ഓഫ് ഫെയിമേഴ്സ്, അതുപോലെ തന്നെ മറ്റ് കമ്പനിയിലെ സൂപ്പർ സ്റ്റാർസിൻ്റെ ഒരു റിട്ടേണും അല്ലെങ്കിൽ അവരുടെ ഒരു എൻട്രിയും റോയൽ റംബിൾ മത്സരങ്ങളിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുമ്പോൾ ഇനി വരുന്ന വീഡിയോസിലൂടെ ഞാൻ നിങ്ങളുമായി അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.